കൂട്ടുകാരെ നമസ്കാരം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടമ്മേട് എന്ന പഞ്ചായത്തിലെ അടക്കര എന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നമ്മുടെ കക്കപ്പൊടി ഉപയോഗിച്ച ഒരു വർഷമായിട്ട് ഉപയോഗിച്ച നമ്മുടെ ഒരു കർഷകനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമസ്കാരം. നല്ല വിശേഷം. എങ്ങനെയുണ്ട് സാറ് ഒരു വർഷമായിട്ട് ഇത് ഉപയോഗിച്ചിട്ട്? കക്കപ്പൊടി ഉപയോഗിച്ചതിന്റെ മെച്ചമുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു 1 ഏക്കർ 30 സെന്റ് സ്ഥലമാണ്. പകുതി ഭാഗത്ത് ഞാൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞില്ല, നമുക്ക് റിസൾട്ട് ഒന്ന് പഠിക്കണമല്ലോ. അപ്പം ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന കക്ക ഉപയോഗിച്ചിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇതിന് നമ്മൾ ആ കേറി വന്ന വഴിയുടെ ഭാഗമില്ല, അവിടെ നമ്മൾ കക്ക ഉപയോഗിച്ചിട്ടില്ല. വ്യത്യാസം ഏകദേശം ചെടി എന്ന് പറഞ്ഞാൽ ഇപ്പം കായ എടുത്ത് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പം അന്ന് രാജേന്ദ്രൻ വന്ന് നോക്കിയപ്പോഴത്തേന് 4.5 അങ്ങനെയാണോ pH ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ pH നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ pH കൂടി ഒന്ന് നമുക്ക് നോക്കണം. നമുക്കത് എനിക്കും കൂടി ഒരു ബോധ്യം വരുമല്ലോ. ഇതിൽ നമ്മൾ എത്ര നമ്മളിത് ഇതിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മളിത് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കർഷകർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇറക്കുന്നത്. സാറിനെ പോലുള്ളവർക്ക് കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കിട്ടണം. അത് ഇതിപ്പോ നമ്മളിപ്പോ ഒരു വർഷത്തിൽ ഇതിപ്പോ നമ്മൾ കൊടുത്തിരിക്കുന്ന 2 പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് 2 പ്രാവശ്യം അപ്ലൈ ചെയ്തു. ഇപ്പൊ 3ാമത്തെ പ്രാവശ്യത്തിനാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കാം നമുക്ക്. ആദ്യമേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ ഈ വർഷം കുറച്ച് അഴുകലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് തോട്ടത്തില്. വെള്ളത്തിന്റെ കുറച്ച് കൂടുതലുണ്ട്. അതെല്ലാ തോട്ടങ്ങളിലും മുൻകാലത്തേനും നമ്മൾ ഒരു വർഷത്തിനും മുൻകാലത്തേനും ഉപയോഗിച്ചിട്ട് ഇതിനും ഇതുപോലെ തന്നെ പ്രൊഡക്ഷൻ കിട്ടിയിരുന്നോ അല്ലെങ്കിൽ കിട്ടിയില്ലായിരുന്നു? ഈ വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വീട്ടിലെ മുഴുവൻ ചോലയായിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് ന്യായമായിട്ടുള്ള ചിമ്പുണ്ട്. ചെറിയ ശരാശരി നോക്കുമ്പോഴത്തേനും ഒരു 60 ചിമ്പ് കുറയുന്നില്ല. ഇപ്പൊ ചെയ്ത ഉടനെ നമുക്ക് റിസൾട്ടിനെ പറയാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞ ഒരു 6 മാസം കഴിയട്ടെ. 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ചെടി ഒന്ന് കാണിച്ചു. നല്ല ഇതായിട്ടല്ലേ നിൽക്കുന്നത്. ഇങ്ങനെയാണ് എല്ലാ ആവറേജ് എല്ലാ ചെടികളും ഇങ്ങനെ തന്നെയാണ്. മുൻകാലത്തേനും നല്ലപോലെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത് ഇട്ടേ പിന്നെയാണ് നമ്മൾ ഇതേപോലെ ഒന്നുകൂടി മെച്ചപ്പെട്ട് വന്നിരിക്കുന്നത്. എന്തായാലും സാറിന് നമ്മളെ കൊണ്ട് ഒരു ഗുണം കിട്ടണം. അതുകൊണ്ടാണ് തൃപ്തിയുണ്ട്. കാരണം നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇവിടത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വരുന്നു, ഓരോരോ കാര്യങ്ങൾ പറയുന്നു, അതിനനുസരിച്ച് മനുഷ്യൻ അപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കുറച്ച് ഏരിയ മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊന്ന് നോക്കി അതിന്റെ റിസൾട്ട് കണ്ടതിന് ശേഷം കൂടുതൽ ചെയ്യുകയാണ് നല്ലതെന്നുള്ളത്. ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാറേ ഒരു ഡൗട്ട് ഞങ്ങൾ എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്, സൂക്ഷ്മജീവികള് ഇത് ഉപയോഗിക്കുമ്പോ ചാവാതെ നമ്മള് നോക്കേണ്ടത്. കുമ്മായം അപ്ലൈ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ മണ്ണരകൾ കിടന്ന് പിടയ്ക്കുന്ന കാണാം. ഇത് നമ്മൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. പൊതുവെ ഇപ്പൊ ഒച്ചിന്റെ ഒരു പ്രശ്നമുണ്ട്. ഒച്ചിന്റെ ചെറിയ പ്രശ്നമുണ്ട് ഇതേ ഉള്ളു കാണുന്നതായിട്ട്. നമുക്ക് മണ്ണിൽ ഇപ്പോഴും ഇതുണ്ടല്ലോ, ഇവിടെ എല്ലാം കുരുപ്പുണ്ട്, മണ്ണരയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിന് നല്ല ഒരു പ്രോട്ടീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കക്കപ്പൊടി ചെല്ലുമ്പോഴാണ് ഇതിനൊരു നല്ലൊരു മണ്ണിന്റെ pH ഒക്കെ ആയി കഴിയുമ്പോഴേക്കും സൂക്ഷ്മ മൂലകങ്ങൾ വലിച്ചെടുക്കാൻ കുമ്മായം കൊടുത്തു കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് pH വർദ്ധിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നല്ല സൂക്ഷ്മ മൂലകങ്ങൾ നഷ്ടപ്പെടുന്നു. ഒരുപാട് നഷ്ടപ്പെടുന്നു. ഏല കൃഷിനെ പറ്റിയിട്ടില്ലേ, എനിക്ക് ഇതിനെ ഒന്ന് ശരിക്കും അറിയില്ല. ഇപ്പൊ എന്റെ അടുത്ത് പലവരും ചോദിച്ചു, ഈ വേറൊരു വീഡിയോ ഞാൻ ഇതിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇത്ര ഇതായില്ല. അപ്പൊ എനിക്കിപ്പോ സാറിനത് കൊടുത്തപ്പോ സാർ എന്നോട് പറഞ്ഞു ഇതിനെ പറ്റിയൊരു കാര്യം ഞാൻ പറഞ്ഞോളാം, എനിക്ക് ഇതിന്റെ ഗുണം കിട്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് എത്രയും താണ്ടി സാറിന് ഞാൻ ഒരു 2 ടൺ സാധനമായിട്ട് ഇവിടെ വരികയും ചെയ്തത്. അപ്പൊ ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇത് എന്താ ഇങ്ങനെ കൃഷിയെ കുറിച്ച് പൊതുവെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക അല്ലെ? അതെ എനിക്ക് മറ്റുള്ളവരോട് പറയാലോ. നമുക്ക് അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കാണിക്കുകയാണെങ്കിൽ ഇതൊരു ചിമ്പെന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ ചിമ്പുകൾ മുറിച്ചാണ് നമ്മൾ ഏലം കൃഷി ചെയ്യുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു, പുതിയ കുഴി കുത്തുന്നു, ഒരു 10 അടി അകലത്തിലേക്കായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കുന്നു. വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഇതിങ്ങനെ അവിടേക്ക് ഇവിടേക്കും എല്ലാം മുള പൊട്ടി വരും. ആ മുള പൊട്ടി വരുന്നതാണ് വീണ്ടും ചെടിയായി രൂപപ്പെടുന്നത്. ഇതുപോലെ വലുതാണ് ചെടിയാകുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് വെക്കുമ്പോൾ ഇതുപോലെ ഒരു ചിമ്പേ ഉള്ളൂ, വീണ്ടും ഇതായി വരിക. പിന്നെ അതിൽ നിന്ന് വരുന്നതാണ് ഇതാണ് ചരം. ഈ സാധനം നീണ്ടു വരുന്നതാണ്. അത് ആ വലുതായിട്ട് കിടക്കുന്നത്. ഇതായിട്ട് വലുതായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും. അത് അവിടുന്ന് കാ പിടിച്ച് വരും. ഇതിങ്ങനെ ഒരു 10, 38, 40 കൊത്ത് വരെയൊക്കെ ഉണ്ടാവാം. അത് കാ പിടിക്കുന്നതനുസരിച്ച് 10, 20, 25 കായ ഉണ്ടാവാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വളർന്ന് 1 വർഷത്തേനാണ് ശരിക്കും പറഞ്ഞാൽ 1-1.5 വർഷത്തേനെ ഇതിന് ആയുസുള്ളൂ. ഇത് നശിക്കുകയാണ്. അപ്പൊ അടുത്ത പുതിയ ജനറേഷൻ ഉണ്ടാകണം. പുതിയ ചിമ്പുകൾ ഉണ്ടായാൽ മാത്രമേ അടുത്ത ഇതുണ്ടാവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത്യാവശ്യം വളങ്ങളെല്ലാം പ്രയോഗിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ രാസവളം നല്ല രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഞാനിപ്പോ ഈ
കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഓർഗാനിക് ഓർഗാനിക് ഫാം. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഈ അതിപ്പോ ഞങ്ങളും പഠിച്ചല്ലോ, ഞങ്ങൾ ഒരു വർഷം മുമ്പ് പഠിച്ചിറങ്ങിയതാണ്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയോണ്ടാണ് നമ്മൾ ഇത് ഇറക്കിയത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് കിട്ടിയോണ്ടാണ് നിങ്ങളെ പോലുള്ള കർഷകരെ നമ്മൾ ബന്ധപ്പെട്ടത്. മനസ്സിലായില്ലേ? എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ചെടിക്ക് നല്ലൊരു ഉണർവായിട്ടുണ്ട്. ഏത് ഒരു ചെടി ഒരു മൊത്തത്തിലൊരു ചെടി എടുത്ത് നോക്കിയാൽ കാരണം ഒരു 60 ചിമ്പി കുറയാതുണ്ട് ശരാശരി വരുമ്പോൾ. നമുക്ക് ചിമ്പെണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. അതാണ് എന്തായാലും ഇപ്പൊ സാറിന്റെ ഒരു അനുഭവത്തിൽ 10-20 വർഷത്തെ ഈ കൃഷി നടത്തേണ്ട ഒരു അനുഭവത്തിൽ സാറിന് പറയാം, ഇതിക്ക് മുമ്പും നമ്മള് ഈ ഡോളോമാറ്റ് കുമ്മായം ഒക്കെയാണ് കൂടുതൽ ഇവിടെ ചില കസ്റ്റമേഴ്സ് ഒക്കെ ഞാൻ സംസാരിക്കുമ്പോൾ പറയണത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗുണം സാറിന് ഈ കക്കപ്പൊടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? കക്കപ്പൊടിയിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഞാനിപ്പോ മേടിക്കുമല്ലോ. കാരണം കഴിഞ്ഞ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുമ്മായമാണ് ശരിക്കും മണ്ണിൽ അപ്ലൈ ചെയ്യുന്നത്. ഉണ്ടെന്ന് പറഞ്ഞു, തമിഴ്നാട്ടിൽ നിന്ന് അതൊക്കെയാണ് ചെയ്യുന്നത്. ഡോളോമൈറ്റ് വലിയ അത്ര പ്രശ്നമില്ല, പക്ഷെ കുമ്മായി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള സൂക്ഷ്മജീവികൾ ചാവണം, പിന്നെ ചെറിയ ചെറിയ പൊടിവേരുകളൊക്കെ അതിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ വേര് ഇങ്ങനെ പടർന്ന് ഇതുകൊണ്ടോ നമുക്കിപ്പോ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെ ഈ തൊണ്ടിനകത്തെല്ലാം വേര് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടേക്ക് എല്ലാം വേര് വന്നു, ഇതുകൊണ്ടോ എല്ലാം ഇങ്ങനെ വേരാ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നും നശിക്കുന്നില്ല, അത് നശിക്കുന്നില്ല. കുമ്മായി ഇടുമ്പോഴാണ് ഈ സാധനം ഇങ്ങനെയുള്ള ഇങ്ങനെ വന്ന സന്ന വേരുകൾ നശിച്ചു പോകണം. ഓക്കെ. അപ്പൊ ഇതൊന്ന് ശരിക്കും പറഞ്ഞാൽ അറിയാനായിട്ട് കുമ്മായി ഇടുന്ന വേണമെങ്കിൽ അതന്നെ നമ്മളെ കൊണ്ടുവന്ന ഇത്തൾപൊടി ഒന്ന് കാണാം. നമ്മുടെ ഇവിടെ ഇത് പച്ചക്കക്കാന്ന് പറയും, നിങ്ങളവിടെ ഇത്തളെന്ന് പറയും. ഇല്ല, ഞങ്ങളും ചില കസ്റ്റമേഴ്സ് പറയണത് ഇത്തള് ഉപയോഗിക്കുന്നത് കുമ്മായത്തിലാണ്, ഞങ്ങൾ പച്ചക്കക്കാന്ന് തന്നെയാണ് പറഞ്ഞ് ഇത് കൊടുക്കണം. മറ്റേന്ന് പറഞ്ഞാൽ നീറ്റി കക്കായാണ്, നീറ്റി കൊണ്ടുവരുന്നത്. അതിൽ കെമിക്കലൊക്കെ ചേർത്തുള്ള ജീവികളൊക്കെ ചാവാനൊരു ഇത് വരുന്നത്. ഇപ്പൊ ഇതിപ്പോ നമ്മൾ തന്നിരിക്കുന്ന 30 കിലോത്തിന്റെ അല്ലേ? 30 രൂപയുടെ. ഞാൻ അവിടെ വീട്ടിൽ കുറച്ച് പച്ചക്കറി ഇടുന്നിടത്തേക്ക് കുറച്ച് എടുത്തിട്ട് ബാക്കി ഇരുന്നാ കൊണ്ടുവന്നത്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് എടുക്കുന്നു. അപ്പം നല്ല വെയിറ്റ് ഉള്ള സാധനമാണല്ലോ. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പരുവത്തിലാണ് ഇത് പൊടിഞ്ഞിരിക്കുന്നത്. പൊടിഞ്ഞ് നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു ചെടി ആവറേജ് വലിപ്പം നോക്കിയിട്ട് ഇതുപോലൊരു ചെടിക്ക് നമ്മള് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന കടയോ ഇടയ്ക്ക് ചെല്ലുന്നതിനോ ഒന്നിനും ഒരു പ്രശ്നമില്ല. ഇതേ രീതിയിൽ തന്നെ ഏകദേശം ഇതിനൊക്കെ ഇത്രയും വലിപ്പമുള്ള ചെടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോയോളം 1.5 കിലോ വരും. ഇപ്പൊ ഇതിപ്പോ സാറിന്റെ അനുഭവത്തിൽ സാറ് പറയോ, ഇതിപ്പോ ഈ ഒരു കണ്ടീഷനിൽ ഇത് കുമ്മായി ഇടുകയാണെങ്കിൽ, ഈ കണ്ടീഷനിൽ ഒരു കുമ്മായി ഇടുകയാണെങ്കിൽ ഇപ്പൊ സാറ് കഷ്ടകാലത്തിന് ഇത് ഇത്ര ഇട്ടു, ഞാനൊരു ഇത് പറയാണ്, ഇഷ്ടത്തിന് ഇത്ര ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് കുമ്മായുടെ പെട്ടെന്ന് ഒരു മഴ പെയ്തു. ഈ മഴ പെയ്തത് എല്ലാം ആ കുമ്മായം വെള്ളത്തോട് വെച്ചിട്ട് പോകൂലേ? പക്ഷെ ഇത് ഇല്ല, ഇത് പോകണില്ല. ഇത് ക്രിസ്റ്റൽ പോലെ കിടക്കും അല്ലെ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരിക്കുന്ന കണ്ട, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരിക്കുന്ന ആദ്യത്തെ റൗണ്ട് എഴുതിയോണ്ട് അത് ഇപ്പോഴും കിടപ്പുണ്ട് അവിടെ തന്നെ. അന്ന് എനിക്ക് കുറച്ചല്ലേ എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തായിട്ടത്. അപ്പൊ ഒരു 1/2 കിലോ 3/4 കിലോ വന്നിട്ടുള്ളൂ. ഇതിപ്പോ നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് കിടക്കുന്ന ഇതാണ്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി 6 മാസം 1 വർഷം കഴിഞ്ഞാലും ഇത് അതുപോലെ തന്നെ കിടക്കുക. അത് ഞാൻ പലവരും പറയാറുണ്ട്. അപ്പൊ പല കസ്റ്റമറും അങ്ങനെ നമ്മള് ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ പലരും പറയും, ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ കിട്ടണം എന്ന് പറയും. പക്ഷെ പെട്ടെന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നത് മഴ പെയ്ത കഷ്ടകാലത്തിൽ ആ പ്രൊഡക്ഷൻ അവിടെ കുറയാണ്, അത് അവർ ചിന്തിക്കണില്ല. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സസ്യം ഒരു കൊച്ചുപിള്ളാരെ വളർത്തുന്നത് പോലെ തന്നെയാണ്. കുഴിച്ചു വെച്ച് അത് വളർന്നു വന്ന് ഇതിലേക്ക് എത്ര ടൈം എടുക്കണം. മണ്ണിലേക്ക് നമ്മൾ കൂടുതൽ രാസവളങ്ങളും കീടനാശിനിയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുകയാണ് നല്ലത്. പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കക്കനെ പറ്റി ഞങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് അതിലൊരു ഗുണം സാറിന് കിട്ടുന്നുണ്ടെന്നാണ് ഉറപ്പായിട്ടുണ്ട്. ഞാൻ രസം എന്താണെന്ന് എന്റെ സുഹൃത്തിന്റെ തൊട്ട് തന്നെയുള്ള തോട്ടമുണ്ട്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിൽ പുള്ളിയോട് ഞാൻ അവർ അപ്ലൈ ചെയ്തില്ല, ഞാൻ മാത്രമേ ചെയ്തുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലം എടുത്ത് ഒരേപോലെ പണിതിരിക്കും. അതിന്റെ കൂടെ നമുക്ക് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം. ഇപ്പൊ കുടഞ്ഞിട്ടാ ഞാൻ അല്ല, ഇതിപ്പോ കുടഞ്ഞിട്ടോണ്ടേ ഈ മെഷീൻ എടുക്കുന്ന കാര്യം ഓർത്തോണേ. പിന്നെ ഒരു ഡൗട്ട് കൂടി ചോദിക്കാൻ, ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കസ്റ്റമർ എന്നെ വിളിച്ചു, ഈ ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒച്ചിന്റെ ശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഇടുക്കി ഏരിയയിൽ ഒച്ചിന്റെ ശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഈ കക്കപ്പൊടി ഇട്ടിട്ട് വരുന്നുണ്ടോ? ഇതിലുണ്ടോ ഒച്ചുണ്ട്? ഒച്ച എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അങ്ങനെ ഇത് ഇട്ടുകൊണ്ട് ഒച്ച ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ 1-2 പേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്
കക്കായിട്ട് കൊണ്ട് ഒച്ച ഉണ്ടാവും തോന്നുന്നില്ല. ഇതെല്ലാം ഒരു ജീവവർഗത്തിൽപ്പെട്ട ഇല്ലല്ലോ, മൊത്തത്തിൽ പൊതുവെ ഉണ്ട് ഒച്ച. എന്റെ പറമ്പിൽ പൊതുവെ ഒച്ച കുറവാണ്. ഞാനിവിടെ അങ്ങനെ കവാത്തെടുക്കുമ്പോഴൊക്കെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ചില ഏരിയയിൽ ഒച്ച കൂടുതലാണ്. അപ്പൊ കക്കപ്പൊടി തിന്നണോ എന്ന് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞത് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തിന്നാൻ പറ്റില്ല, അങ്ങനെ നശിച്ചു പോയില്ല. അത് ക്രിസ്റ്റൽ പോലെ അവിടെ കിടന്നോളും. അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. നമ്മുടെ സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനൊന്നും കണ്ടിട്ടില്ല. ഒച്ച കുറവാണ് പൊതുവെ. അതാണ് നമ്മൾ ഇടുക്കി ഏരിയയിലൊന്ന് വന്ന് സാർ എന്നോട് പറഞ്ഞുകൊണ്ട് മാത്രമേ വന്നത്. അതിങ്ങനെയൊക്കെ ഈ കടയിൽ നിന്ന് ഇങ്ങനെ ഒടിഞ്ഞു വീഴാനുള്ള ഒരു കാരണം എന്താണ് ഈ സംഭവം? ഇത് നമുക്ക് ഈ കഴിഞ്ഞ മഴക്കാലത്ത് അതിശക്തമായ കാറ്റിങ്ങനെ കറങ്ങി അടിക്കുന്ന ഏരിയ ഉണ്ടായിരുന്നു. ഓരോ ഏരിയയിലും കയറി. ഇത് മുഴുവൻ അന്ന് കണ്ടിരുന്നാൽ ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല. അതുപോലെ അങ്ങ് മുഴുവൻ ഒടിഞ്ഞു കിടന്നു. അപ്പൊ ഞാൻ ആ ഒടിഞ്ഞു കിടന്ന തട്ടകള് ഇലയുള്ളതെല്ലാം അവിടേക്ക് ചായച്ച് അങ്ങനെ അങ്ങ് വെച്ചു. വെച്ച് കഴിഞ്ഞിട്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ ജീവൻ എടുത്തുകൊണ്ടാണ് ഈ ചിമ്പുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ചെറിയ ചെറിയ ശിലകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ഒന്ന് കരുത്തായി വന്നപ്പോഴത്തേനും നമ്മൾ ആ പഴയത് വെട്ടിമാറ്റി. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും ആദ്യമേ ചോദിച്ചതിനുള്ള ഉത്തരം. ഇതുപോലാണ് ചെടികൾ കയറി വരുന്നത്. അപ്പൊ ഇതെല്ലാം അപ്പൊ ഈ ഒത്തിരി ഒടിഞ്ഞ ആ ഭാഗത്തെല്ലാം കുറച്ച് അഴുകലിന്റെ ബാധയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് മറ്റുള്ള തോട്ടങ്ങളിൽ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് അഴുകൽ കുറവാണ്. അപ്പൊ എനിക്കൊരു റിസൾട്ടായി തോന്നിയത് ഒരു പക്ഷേങ്കിൽ ഈ പച്ചക്കക്കായുടെ ആയിരിക്കും. അതിനെക്കുറിച്ച് ഇനി പഠിക്കണം. അപ്പം എനിക്ക് അത് ചെയ്തുകൊണ്ടായിരിക്കാം മണ്ണിന്റെ പി എച്ച് ഒന്നും ഒത്തിരി വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം. ഞാൻ പി എച്ച് മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അത് നോക്കിയാ കണ്ട pH 7 നിൽക്കണുണ്ട്. 7 ആയിട്ടുണ്ട്. നമ്മൾ നോക്കിയപ്പോഴത്തേന് 5 ചില്ലറയോ മറ്റോ ആയിരുന്നു. ഇപ്പൊ 7 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഇതിൽ ശരിക്കും നമുക്ക് നമ്മുടെ ആ ഒരു കാൽസ്യം ഇതിൽ കിട്ടിയോണ്ട് മാത്രമാണ്. പിന്നെ ജോർജ് സാർ, ഞാൻ ഒരു വർഷമായി സാറിന് ഇത് സപ്ലൈ ചെയ്യണത്. ഇപ്പൊ ഞാനിത് സാറിന് തന്നേ പിന്നെ ഇപ്പൊ സാറിന് ഈ കക്കപ്പൊടിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് ശരിക്കും? അത് ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ അപ്ലൈ ചെയ്ത് ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ നോക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് മറ്റുള്ളതൊക്കെ ഞാൻ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ന്യായമായിട്ട് വിലയുണ്ട്. ഇത് വലിയ ഓവറായിട്ട് വിലയൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ മേടിച്ച് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് താഴെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള തോട്ടങ്ങളിൽ അഴുകൽ കൂടുതലായിട്ട് ബാധിച്ചപ്പോൾ എനിക്കൂടെ അഴുകലുണ്ടായിട്ടില്ല. ഇത് ഈ മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ എന്റെ മുഴുവൻ ചോലയാണ്, മുഴുവൻ അടഞ്ഞു കിടക്കുക, വെയിൽ പോലും ഇറങ്ങുന്നില്ല. എന്നിട്ട് പോലും എനിക്ക് അഴുകലിനെ ബാധിച്ചില്ല. അപ്പൊ മണ്ണിന്റെ pH, അതായത് ദയാൽ സാർ പഠിപ്പിക്കുന്ന വെച്ചാണെങ്കിൽ മണ്ണിന്റെ pH കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സസ്യങ്ങൾ പിടിച്ചാൽ എല്ലാ മൂലങ്ങളും അത് നല്ല രീതിയിൽ ഇതുപോലെ തന്നെ വരികയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാത്ത ഭാഗം ഞാൻ പറഞ്ഞില്ലേ, അത് വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോ. ശരി, നമ്മള് കക്കാപ്പൊടി ഇടാത്ത ഭാഗമുണ്ട്. ഈ തോട്ടത്തിൽ നമ്മൾ ഇട്ടുണ്ടോ മറ്റേ ഞാൻ പറഞ്ഞില്ല എന്റെ തൊട്ട് തന്നെ അതിലേക്കുള്ള ഇതിന് താഴേക്കുള്ളതാണ് എന്റെ സുഹൃത്തിന്റെ. ഇതിനകത്ത് കക്കാപ്പൊടി അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ചെടിയും ആ ചെടിയായിട്ടുള്ള വ്യത്യാസം നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാവുന്ന ഞാൻ പറഞ്ഞത്. ഇതുണ്ടോ, ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ചെടികളില് ഒരു കാര്യത്തില്ല, ചിമ്പ് കുറവ്. ഇതെല്ലാം ചിമ്പ് കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ അവിടത്തെ പോലുള്ള പ്രൊഡക്ഷൻ ഇതിൽ കാണുന്നില്ല, എണ്ണം കുറവ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇതിലേക്ക് ഇതില് കക്കപ്പൊടി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആ തിട്ടുകൊണ്ട് നിർത്തി. അപ്പൊ പുള്ളി ചെയ്തില്ലായിരുന്നു. അപ്പൊ അന്ന് കുറവല്ലായിരുന്നു സാധനം. പറഞ്ഞിരുന്നു വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതിലൂടെ കാല് വിരിഞ്ഞ് ഇങ്ങനെ അകന്നെല്ലാം വന്ന് എല്ലാ അകലത്തിലായി പോയി. അതുപോലെ തന്നെ അഴുകലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ ചെടി ഈ ചെടിയായിട്ടുള്ള വ്യത്യാസം കണ്ടോ? കാൽസ്യത്തിന്റെ നല്ലപോലെ കാൽസ്യത്തിന്റെ കുറവുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ആ മേളത്തെ ചെടി ഇവിടുത്തെ ചെടിയായിട്ടുള്ള വ്യത്യാസം. ഇതിങ്ങനെയാണ് ഈ തോട്ടം ഇവിടെ താഴേക്ക് പോയിരിക്കുന്നത്. ഇതെല്ലാം അതിനനുസരിച്ചിട്ടുള്ള കാൽസ്യത്തിന്റെ കണ്ടു. ഇവിടെ ഒന്നും പ്രൊഡക്ഷനേ ഇല്ല എന്നുള്ളതാണ്. അതെല്ലാം പോയി. ഇത് കണ്ട ഇവിടെ ഒന്നും പ്രൊഡക്ഷനേ ഇല്ല. ഉണ്ടായിരുന്നു, പക്ഷെ അഴുകൽ വന്നു പോയി. അഴുകൽ വന്നു പോയി. അപ്പം ഒരുപക്ഷെ എന്റെ ഒരു കണക്കൂട്ടിൽ ഈ അഴുകലിനെ പോലും ഇത് പ്രിവെന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതും ആ ഒരു ഏരിയയിൽ അതും ഇതും വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏത് കൊച്ചുള്ളവർക്ക് അറിയാം സംഭവം വളരെ മോശമായിട്ട് കിടക്കണെന്നുള്ളത് ആർക്കും അറിയാം. എപ്പോഴും നമ്മള് മണ്ണിന്റെ pH കറക്റ്റ് ആയാലുള്ളൂ, എന്നാൽ മാത്രമേ ഉള്ളൂ കാര്യം. നമുക്ക് പ്രൊഡക്ഷൻ pH കൂടിയിട്ട് കാര്യമില്ല. അങ്ങനെ തന്നെ നിൽക്കണം. അതാണ് പച്ചക്ക ഉപയോഗിച്ചുള്ള നേട്ടം. ശരി, താങ്ക് യു സാർ. ഇത്രയൊക്കെ എനിക്കിപ്പോ അറിയാൻ പാടാതെ എന്നെ സാർ പഠിപ്പിച്ചു. Thank you.